ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയ സഹോദരങ്ങളെ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തന്നെ ആമേൻ. ഇന്നു നാം ധ്യാനിക്കുവാൻ പോകുന്നത് പ്രവാചകനായ ആമോസിൻ്റെ പുസ്തകം 8-ാം അധ്യായം 11-ാം വാക്യമാണ്. അപ്പത്തിനായുള്ള വിശപ്പല്ല, വെള്ളത്തിനായുള്ള ദാഹവുമല്ല, യഹോവയുടെ വചനങ്ങളെ കേൾക്കേണ്ടതിനുള്ള വിശപ്പ് തന്നെ. ഞാൻ ദേശത്തേക്ക് അയക്കുന്നു നാളുകൾ വരുന്നു എന്ന് യഹോവയായ കർത്താവിൻ്റെ അരുളപ്പാട്. ഈ വചനം ഒരു മുന്നറിയിപ്പാണ്. ഇതോടൊപ്പം ഒരു ആത്മപരിശോധനയ്ക്കുമാണ് ഈ തിരുവചനം. ഇന്ന് ലോകം എല്ലാം നിറഞ്ഞതുപോലെ തോന്നുമ്പോഴും മനുഷ്യഹൃദയം ശൂന്യമാണ്. കാരണം ആത്മാവിന് ദൈവവചനം നഷ്ടപ്പെട്ടിരിക്കുന്നു. മനുഷ്യൻ്റെ ഉള്ളിലെ ശൂന്യത എന്ന് പറയുന്നത്, ഇന്ന് മനുഷ്യന് ഭക്ഷണമുണ്ട്, സമ്പത്തുണ്ട്, സാങ്കേതിക വിദ്യകളുമുണ്ട്, എന്നാൽ സമാധാനമില്ല. എന്തുകൊണ്ട്? കാരണം മനുഷ്യൻ ദൈവത്തെ കേൾക്കുന്നത് നിർത്തി. മുമ്പ് കുടുംബങ്ങളിൽ പ്രാർത്ഥനയുണ്ടായിരുന്നു, തിരുവചനം വായിക്കുമായിരുന്നു, പഠിക്കുമായിരുന്നു, ഗ്രഹിക്കുമായിരുന്നു. കുഞ്ഞുങ്ങൾ മാതാപിതാക്കളുടെ വായിൽ നിന്ന് സങ്കീർത്തനങ്ങൾ കേട്ടു വളർന്നു വരുന്ന ഒരു തലമുറ നമുക്കുണ്ടായിരുന്നു. ഇന്ന് നമ്മുടെ വീടുകളൊക്കെ വലുതായി, എന്നാൽ കുടുംബ പ്രാർത്ഥന അത് ചെറുതായി കൊണ്ടിരിക്കുന്ന ഒരു ആധുനിക ലോകം. നമ്മുടെ ഫോണുകൾ നിറഞ്ഞു, എന്നാൽ നമ്മുടെ ഹൃദയം അത് ശൂന്യമായി പോയി. ദൈവവചനത്തിനായുള്ള വിശപ്പ് ഇന്നില്ലാതെയാകുന്ന ഒരു ആത്മീയ അന്തരീക്ഷം. ദൈവവചനത്തിനായുള്ള വിശപ്പ് ഇല്ലാതാകുമ്പോൾ ആത്മാവ് ഉണങ്ങിപ്പോകും. വചനത്തിനായുള്ള വിശപ്പ് എന്ന് പറഞ്ഞിരിക്കുന്നത് എന്താണ്? ശാരീരിക വിശപ്പ് മനുഷ്യനെ ഭക്ഷണം തേടിപ്പോകുവാൻ നിർബന്ധിക്കും. ആയതുപോലെ ആത്മീയ വിശപ്പ് മനുഷ്യനെ ദൈവസന്നിധിയിലേക്ക് നയിക്കും. ദാവീദ് രാജാവ് തന്റെ സങ്കീർത്തനത്തിൽ പറയുന്നു, മാൻ നീർത്തോടുകളിലേക്ക് ചെല്ലുവാൻ കാംക്ഷിക്കുന്നത് പോലെ ദൈവമേ, എൻ്റെ ആത്മാവ് നിന്നോട് ചേരുവാൻ ദാഹിക്കുന്നു. ഇതൊരു ഭക്തിഗാനം മാത്രമല്ല, ഒരു ആത്മാവിൻ്റെ നിലവിളിയാണ്. പ്രിയ ദൈവമക്കളെ, ഇന്ന് അനേകം ആളുകൾ സോഷ്യൽ മീഡിയകളിൽ മണിക്കൂറുകൾ ചെലവഴിക്കുന്നു, എന്നാൽ ഒരു 5-10 മിനിറ്റ് പോലും നമുക്ക് ദൈവവചനം കേൾക്കുവാൻ, പഠിക്കുവാൻ, ഗ്രഹിക്കുവാൻ നമുക്കിന്ന് സമയമില്ല. ഇതൊരു വലിയ ആത്മീയ ക്ഷാമമാണ്. അവസാന നാളുകളുടെ അടയാളം. ആമോസ് പ്രവാചകൻ പറഞ്ഞത് അവസാന നാളുകളുടെ ഒരു അടയാളമാണിത്. ആമോസ് പ്രവാചകൻ പറഞ്ഞത് ഇന്നത്തെ കാലഘട്ടത്തിൽ നിറവേറുന്നില്ലേ? നമുക്ക് സഭകളുണ്ട്, ആചാരങ്ങളുണ്ട്, അനുഷ്ഠാനങ്ങളുണ്ട്, ആഘോഷങ്ങളുമുണ്ട്, എന്നാൽ യഥാർത്ഥ ദൈവവചനം കേൾക്കുവാൻ ദാഹിക്കുന്നവർ ഇന്ന് കുറഞ്ഞു പോകുന്നു. സത്യവചനം ചിലപ്പോൾ മനുഷ്യനെ വേദനിപ്പിക്കും, കാരണം അത് പാപത്തെ വെളിപ്പെടുത്തുന്നു. അതുകൊണ്ട് മനുഷ്യൻ കേൾക്കുവാൻ ഇഷ്ടപ്പെടുന്നത് ആശ്വാസവചനങ്ങൾ മാത്രമാണ്. എന്നാൽ ക്രിസ്തു പറഞ്ഞത് സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുമെന്നാണ്. മരുഭൂമിയായ ഹൃദയം, ദൈവവചനമില്ലാത്ത ഹൃദയം ഒരു മരുഭൂമി പോലെയാണ്. അവിടെ പ്രാർത്ഥന ഉണങ്ങും, വിശ്വാസം ക്ഷീണിക്കും, സ്നേഹം തണുക്കും. അപ്പോൾ മനുഷ്യർ പുറം കൊണ്ട് ഒരുപക്ഷെ ചിരിച്ചാലും അവരുടെ ഉള്ളിൽ കരച്ചിലുകൾ മാത്രമാകും. ഇന്ന് ഡിപ്രഷൻ, ആൻസൈറ്റി വർദ്ധിക്കുന്നത് എന്തുകൊണ്ടാണ്? മനുഷ്യർ ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്നു. വചനമില്ലാത്ത ആത്മാവ് ഇരുട്ടിലാകുക തന്നെ ചെയ്യും. യേശു ജീവനുള്ള വചനം. യോഹന്നാന്റെ സുവിശേഷത്തിൽ പറയുന്നു, ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവമായിരുന്നു. ആ വചനം യേശുക്രിസ്തു തന്നെയാണ്. അതിനാൽ ദൈവവചനത്തെ നിരസിക്കുന്നത് ക്രിസ്തുവിനെ നിരസിക്കുന്നത് പോലെയാണ്. പ്രിയ ദൈവമക്കളെ, നമ്മുടെ ഓരോ കുർബാനയും, നമ്മുടെ ഓരോ സുവിശേഷ വായനയും ദൈവം മനുഷ്യനോട് സംസാരിക്കുന്ന നിമിഷങ്ങളാണ്. നമ്മുടെ കുടുംബങ്ങളിൽ വചനത്തിൻ്റെ ഒരു പുനരുജ്ജീവനമുണ്ടാകണം.
ഇന്ന് ദൈവം നമ്മെ വിളിക്കുന്നു. എൻ്റെ വചനം വീണ്ടും നിങ്ങളുടെ ഭവനത്തിലേക്ക് കൊണ്ടുവരിക. ഒരു കുടുംബം ഒരു ദിവസത്തിൻ്റെ 5-10 മിനിറ്റുകൾ പോലും ഒരുമിച്ച് വിശുദ്ധ വേദപുസ്തകം വായിച്ച് പഠിച്ച് ധ്യാനിച്ച് പ്രാർത്ഥിച്ചാൽ ആ വീട്ടിൽ സമാധാനമുണ്ടാകും. പ്രിയ ദൈവമക്കളെ, മാതാപിതാക്കൾ മക്കൾക്കായി പ്രാർത്ഥിക്കണം. കുഞ്ഞുങ്ങൾക്ക് വിശ്വാസത്തിൻ്റെ ഭാഷ എന്താണെന്ന് പഠിപ്പിച്ചു കൊടുക്കണം. അങ്ങനെയായിരുന്നു വിശുദ്ധന്മാരുടെയും ജീവിതം. എല്ലാ വിശുദ്ധന്മാരുടെയും ജീവിതത്തിൽ ഒരു സാമ്യമുണ്ടായിരുന്നു. അവർ ദൈവവചനത്തെ സ്നേഹിച്ചു. അവരുടെ ശക്തി ദൈവവചനമായിരുന്നു. ഇന്ന് നമുക്കും ആ വിശപ്പ് വേണം പ്രിയ ദൈവമക്കളെ. ഇപ്പോൾ ഒരു നിമിഷം ഹൃദയത്തോട് നമ്മുടെ കരങ്ങൾ ചേർത്ത് വെച്ച് നമുക്കൊന്ന് ചോദിക്കാം, എനിക്ക് ദൈവവചനത്തിനായുള്ള ദാഹമുണ്ടോ? ഞാൻ ദിവസവും വേദപുസ്തകം വായിക്കുന്നുണ്ടോ? ദൈവം സംസാരിക്കുമ്പോൾ ഞാൻ കേൾക്കുന്നുണ്ടോ? അല്ലെങ്കിൽ ലോകത്തിൻ്റെ ശബ്ദങ്ങൾ എൻ്റെ ആത്മാവിനെ കീഴടക്കിയോ? പ്രിയ ദൈവമക്കളെ, ഇന്ന് തിരിച്ചു വരുവാനുള്ള ഒരു തിരുവചന വിളിയാണിത്. ഇന്ന് കർത്താവ് നമ്മെ കുറ്റപ്പെടുത്തുവാനല്ല വിളിക്കുന്നത്, തിരിച്ചു വരുവാൻ വേണ്ടിയാണ് വിളിക്കുന്നത്. മുടിയനായ പുത്രനോട് പിതാവ് പറഞ്ഞതുപോലെ, മകനെ തിരിച്ചു വരിക, ദൈവവചനം വീണ്ടും നിന്റെ കരങ്ങളിൽ എടുക്കുക, പ്രാർത്ഥനയിലേക്ക് മടങ്ങി വരിക, വിശുദ്ധ കുമ്പസാരത്തിലേക്ക് മടങ്ങുക. പ്രിയ ദൈവമക്കളെ, ഒരു ദിവസം ലോകത്തിലെ എല്ലാം അവസാനിക്കും, പക്ഷേ ദൈവവചനം അതൊന്നു മാത്രം നിലനിൽക്കും. അതിനാൽ നമുക്ക് ചോദിക്കാം, കർത്താവേ, എൻ്റെ ആത്മാവിൽ വീണ്ടും നിന്റെ തിരുവചനത്തിനായുള്ള ഒരു വിശപ്പ് ജ്വലിപ്പിക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ യേശുവേ, ഞങ്ങളുടെ ഹൃദയങ്ങൾ പലപ്പോഴും ലോകത്തിൻ്റെ ശബ്ദങ്ങളിൽ മുങ്ങിപ്പോകുന്നു. നിന്റെ തിരുവചനത്തിനായുള്ള ദാഹം ഞങ്ങളിൽ വീണ്ടും ഉണർത്തണമേ. ഞങ്ങളുടെ ഭവനങ്ങളെ പ്രാർത്ഥനയുടെ ഭവനങ്ങളാക്കി തീർക്കുമാറാകണമേ. നിന്റെ സുവിശേഷം കേൾക്കുവാനും ജീവിക്കുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ അമ്മേ മറിയമേ, ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തന്നെ ആമേൻ.